പതിവ് തെറ്റിച്ച അമ്മ വെളുപ്പിന് 4:30 എണീക്കാൻ പോണേ. നാളെ നമുക്ക് സന്തോഷമുള്ള ഒരു സ്ഥലത്തേക്ക് പോകും. ഇതൊന്ന് കാണിച്ചേക്കാം. പ്രേക്ഷകർ പറയും അല്ലെങ്കിൽ സാധനം കൊണ്ടുപോകണില്ലാന്ന്. ഫുഡ് കഴിക്കാനല്ലോ നമ്മള് പോണതാ. അപ്പയൊക്കെ ചെറുപ്പത്തിൽ പോയിക്കൊണ്ടിരുന്നപ്പോ ഇവിടെ വന്നേച്ച് കടത്ത് കിടന്നാ പള്ളിയിട്ട് കിടക്കണം. പാലയില്ല, പതിയാണ് കണ്ടിട്ട്. ഇപ്പൊ ഇത്തവണ നമ്മള് ഇതുവരെ പറയാത്ത പേരുകള് പറയാൻ നോക്കിക്കോട്ടോ. ഇതേതാ ഈ കടവ്? ഇത് മീനച്ചിലാറാണോ? ഇത് പുളിക്കീടിന്റെ അവിടെ ഉള്ള ആ പാലാണ് കേട്ടോ. അത് അറിയാവുന്നവര് എന്റെ പേര് പറയണേ. ഇതിപ്പോ അമ്പിളി ജംഗ്ഷൻ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുമേനിയുടെ മരണശേഷമാണ് അത് പൂർത്തീകരിക്കാൻ സാധിച്ചത്. അപ്പൊ നമ്മുടെ പേരിൽ അത് കിടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ പുറകെ പോകണം. നമ്മള് ഓൾറെഡി സെയിലായി നമ്മുടെ വണ്ടി, പൈസയും മേടിച്ചു. അപ്പൊ ആദ്യമായിട്ട് അത് കാണണം. മധുമൂല. കോട്ടയം ലുലുമാൾ ഇരിക്കുന്ന സ്ഥലം. എന്താ അതിന്റെ ഒരു കോട്ടയത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. ആണുങ്ങള് പണിതാണ്. സ്ഥിരം റൂട്ടിൽ നിന്ന് നമ്മളൊന്ന് ഡീവിയേറ്റ് ചെയ്തു. രാത്രിയാണ് കേട്ടോ. രാത്രി 11:25. എന്റെ ഫോണിൽ അലാറം വെക്കണം. 4:30യോ? പതിവ് തെറ്റിച്ച അമ്മ വെളുപ്പിന് 4:30 എണീക്കാൻ പോണേ. എന്താ കാരണം? നാളെ നമുക്ക് സന്തോഷമുള്ള ഒരു സ്ഥലത്തേക്ക് പോകും. എല്ലാവരും ചോദിക്കാറുള്ള ഒരു സ്ഥലത്തേക്ക് ഇടക്കിടയ്ക്ക് പോണതാണ്. ഒന്നിച്ചു പോണത് നാളെയാണെന്ന്. 3 പേരും കൂടെ, അതായത് പരുമല പള്ളിയിലേക്ക്. പെരുന്നാളിന് മുമ്പ് പോയി പോരാന്ന് പറഞ്ഞു. പെരുന്നാളാകുമ്പോഴത്തേക്കും ഭയങ്കര റഷാവും. അപ്പൊ വെളുപ്പിന് 6 മണിയായിട്ട് പോവുള്ളൂ. അപ്പൊ 4:30 ഉണർന്നാലേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 6-ന് ഇറങ്ങാൻ പറ്റുള്ളൂ. കാരണം പ്രഭാത ഭക്ഷണം ലേറ്റായിട്ട് കഴിക്കാനായിട്ട് കൊണ്ടുപോകും. കാരണം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു ടൈം ആവും. സ്ഥിരം കൊണ്ടുപോകണ ഐറ്റാണ് ഇഡലിയും ചമ്മന്തി. സാമ്പാറും ഉണ്ടാക്കിക്കൊണ്ട് പോകില്ല. കാരണം യാത്രയല്ലേ, യാത്രയിൽ സാമ്പാർ കഴിച്ച് ശരിയാവൂല. ഉച്ചയ്ക്ക് മീൽസ് നമ്മളെ ഒരു തെള്ളകത്തുനിന്നൊരു അന്നപൂർണയിലാണ് സ്ഥിരം കയറി കഴിക്കാറ്. അപ്പൊ സാമ്പാറൊക്കെ കൂട്ടിയുള്ള ഊണാണ് അവിടെ. അത് നിങ്ങൾ സ്ഥിരം കാണാറുള്ളതാട്ടോ. വീഡിയോ എല്ലാ വർഷവും പോയിച്ചു വരുമ്പോൾ ഞങ്ങൾ ഇടാറുണ്ട്. അതുകൊണ്ട് ഇഡലിക്ക് ചമ്മന്തി ഉണ്ടാക്കിക്കൊണ്ടാ പോണത്. ഇഡലിക്ക് ആട്ടിയിട്ടേക്കണാണ്. സന്ധ്യക്ക് മുമ്പ് ആട്ടിയതാട്ടോ. ഇപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ. ഇവള് വന്നത് 7-7:30 ആയപ്പോഴാണ് വന്നത്. ഇന്ന് ബ്ലോക്കൊക്കെ കിട്ടി. അതുകൊണ്ട് ആ സമയത്ത് വന്നു. അന്നേരം പിന്നെ ചായ പരിപാടികളൊക്കെ ആയതുകൊണ്ട് കാണിച്ചില്ല. ഇനിയിപ്പൊ കിടക്കാൻ പോവാ. രാവിലെ അപ്പ എന്നോട് പറഞ്ഞു അപ്പയ്ക്ക് 3 ഇഡലി മതിയെന്ന്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാത്രയല്ലേ. എനിക്ക് 2 മതി. എനിക്കും 2 മതി. ഇപ്പൊ ബാലൻസ് ഇരിക്കുന്ന മാവ് ഫ്രിഡ്ജിൽ വെച്ചേച്ച് പോവാം. എന്നാന്ന് വെച്ചാൽ 12:30 ആകുമ്പോഴത്തേക്കും തിരിച്ച് നമ്മൾ തെള്ളകത്ത് എത്തും 1 മണിയോടുകൂടി. ഇപ്പൊ ഉച്ചയ്ക്ക് മീൽസ് കഴിക്കാറുണ്ട്. രാവിലെ ലൈറ്റ് ആയിട്ട് മതി. പിന്നെ യാത്രയല്ലേ, അതുകൊണ്ടായിരിക്കും അത് മതിയെന്ന് പറഞ്ഞേ. അപ്പൊ നമുക്ക് ഇനി കിടക്കാൻ പോകാം. സമയം ഉറക്കം വന്നു, അല്ലാതെ ഉറക്കം വന്നു. അതുകൊണ്ടാണ്. ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ എന്നെ എത്ര മണിക്കാ വിളിക്കണേ? നീ 5:30 ആയിട്ട് എഴുന്നേറ്റാണ്. 5:15 വിളിച്ചോ. ഇപ്പൊ രാവിലെ വീഡിയോ ഒക്കെ എടുക്കാലോ. അത് ഞാനിത് ചുട്ട് വെക്കും, അല്ലെങ്കിൽ ശരിയാവൂല. പിന്നെ പോവാനുള്ളതുകൊണ്ട് പിന്നെ തുണിമാറാനൊക്കെ ഉണ്ട്. അങ്ങനെ രാവിലെ പോക്കുള്ളപ്പോ വീഡിയോ എടുത്തും ശരിയാവൂല. ഞാന് റാൻഡം ആയിട്ടുള്ളതൊക്കെ എടുത്തോളാം. അത് ചെയ്തോ, അത് കുഴപ്പമില്ല. ഞാൻ വിളിച്ചേക്കാം. ഓക്കെ, നാളെ കാണാം. നാളെ ആവും. ഇപ്പൊ 1 മണിക്കൂറായി. 11:30 ആയില്ലേ ഇപ്പൊ. ശരി, 6 മണി. സമയം വൈകിയോ? എല്ലാം റെഡി ആയിരുന്നു. പേപ്പർ ഇപ്പഴാ വന്നത്. അമ്മയുടെ ഈ ബാഗൊക്കെ എടുത്തല്ലോ. എന്റെ നമസ്കാര പുസ്തകം മുതലുണ്ട് അതിനകത്ത്. നമസ്കാര പുസ്തകം, കണ്ണാടി, പേഴ്സുകൾ, അങ്ങനെയുള്ളതൊക്കെ. എന്റെ ഡ്രസ്സ് ഇവിടെ ഇരിപ്പുണ്ട്. നീ ഇത് ഒന്ന് കാണിച്ചേച്ച് എടുത്ത് വെക്കാൻ ഓർത്ത് വെക്കായിരുന്നു. ചുട്ട് വെച്ചിട്ടുണ്ടല്ലോ. ആദ്യം ഇതൊന്ന് കാണിച്ചേക്കാം. പ്രേക്ഷകർ പറയും അല്ലെങ്കിൽ സാധനം കൊണ്ടുപോകണില്ലാന്ന്. 6 ഇവിടെ ഇരിപ്പുണ്ട്. ഇത് വെച്ചേക്കണത് 12 വെച്ചിട്ടുള്ളു. അപ്പയ്ക്ക് 3 അല്ലെങ്കിൽ 4 കൂടുതൽ വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് 2 മതി, നിനക്ക് 2 മതി. എല്ലാം ഉണ്ടെന്ന ഇത് വലിയ കുപ്പിയിൽ. അതൊക്കെ കാണിച്ചു കൊടുക്കാം. കൈ കഴുകാൻ വെള്ളം, കുടിക്കാൻ വെള്ളം. കാപ്പിയൊന്നുമില്ല കേട്ടോ. അതവിടെ നമ്മൾ കഫേന്ന്. കട്ടച്ചമ്മന്തി ഇച്ചിരി ലൂസായി പോയി. ലൂസായി എന്നാന്നോ അതിലേക്ക് വീഴും. ഞാൻ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കുള്ളൂ. കാരണം ഇഡലി ഇച്ചിരിയല്ലേ എടുക്കണുള്ളൂ. അതുകൊണ്ട് പിന്നെ 2 പ്ലേറ്റ് എടുത്തിട്ടുള്ളൂ. 1 പ്ലേറ്റ് അതിനകത്തൊന്നും കഴിക്കാമല്ലോ, ചമ്മന്തി പ്ലേറ്റിലേക്ക്. ഇഡലി കഴിക്കാൻ ആകെ 2-3 അല്ലേ കഴിക്കണുള്ളൂ. കുടിവെള്ളം, കൈ കഴുകാനുള്ള വെള്ളം. അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ ഇങ്ങോട്ട് എടുത്ത് വെക്കാം. ഇതിനകത്തേക്ക് കേട്ടോ വെച്ചിട്ട് കാണിക്കാം. ഇഡലിയും ചമ്മന്തി ആദ്യം വെക്കാം. ബേസ് ഫുഡ് കഴിക്കാനല്ലോ നമ്മൾ പോണതാ. ലൈറ്റായിട്ട് കസ്റ്റഡിയിൽ കരുതും. ഉച്ചയ്ക്ക് പോന വഴിയല്ല പൂർണ്ണേന. അതെല്ലാ പ്രാവശ്യവും ഉള്ളതാണ്. നിങ്ങൾ കാണാറും ഉള്ളതാട്ടോ. ഞാൻ ഈ വെച്ചു കാണിക്കാം. ഒരെണ്ണം എടുത്ത് വെക്കാം നമുക്ക്.
ഇനി അവിടെ ചെന്നിട്ടേ കാണുവോളൂ. അതത്രേ ഉള്ളൂ. ഡിക്കിയിലൊക്കെ വെക്കണം, കാണിക്കാൻ ഇന്ന് പറ്റൂല. കാരണം ഘോരം മഴയാ. 12 മണി 1 മണിയായപ്പോ മഴ തുടങ്ങിയിട്ട് ഇതുവരെ മഴ നിന്നിട്ടില്ല. അന്നേരം മഴ തുടങ്ങി. പിന്നെ മഴ നിന്നിട്ടില്ല. കോട്ടയം ഭാഗത്തേക്ക് മഴ കൂടുതലായിരിക്കും മിക്കവാറും. ഇത് അടയ്ക്കാൻ പറ്റുമെന്നോ? ഇത് പറ്റില്ല. ഇത് നമുക്ക് കറണ്ട് സീറ്റിന്റെ അവിടെ വയ്ക്കാം. ഇത് കൈ കഴുകാനുള്ള, ഇത് കുടിക്കാനുള്ള വെള്ളം കേട്ടോ. അത് ഇത് അടയ്ക്കാൻ പറ്റൂലാത്തോണ്ട് ഇങ്ങനെ വെച്ചതാ. ഇത്രയുള്ള സംഭവങ്ങളാ. നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം അല്ലേ? ഡ്രസ് ചെയ്ത് പോണത് കാണിക്കാം, പിന്നെ അവിടെ ചെന്ന് ഇത് എടുക്കുമ്പോ കാണിക്കാം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് വെക്കുമ്പോ സാധാരണ വെക്കുമ്പോ നിങ്ങളെ കാണിക്കും. മഴ പെയ്യണോണ്ട് അത് നടക്കൂല കേട്ടോ. ഞാൻ ദൂരെ കാണിച്ചോളാം. ഓക്കെ, ഇതിന്റെ ആവശ്യമില്ല. ചെരുപ്പിട്ടെ. എല്ലാം റെഡി ആയല്ലോ. എല്ലാം റെഡി. അപ്പേ താമസം. കൊടയൊക്കെ എല്ലാം എടുത്തല്ലോ. ഒരു കൂടെ കാറുണ്ട്. ഇത് കാലാവസ്ഥ ഇതായതുകൊണ്ട് ഗേറ്റിന്റെ താക്കോലും ഉണ്ട്. ഗേറ്റ് പൂട്ടണമല്ലോ. ഓക്കെ, അപ്പൊ അതിലെ നടക്കണ്ട്. നല്ല മഴ. നേരം വെളുത്തോ? പിന്നെ ഈ ഒക്ടോബർ മാസം രാത്രി കൂടുതലുള്ളതുകൊണ്ടേ പതുക്കെ നേരം വെളുത്ത് വരണേ ഉള്ളൂ. നല്ല ഭംഗി അതുകൊണ്ട് അന്തരീക്ഷമൊക്കെ കാണാനായിട്ട്. ഇപ്പോഴും രാത്രിയുടെ ഫീലാ. മഴ മാറിയല്ലോ. ഞാൻ ഓടിച്ചോളാം അങ്ങോട്ട് പോകുമ്പോ. അല്ല, അങ്ങോട്ട് ഞാനാ ഓടിക്കണേ. അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് കാണാം. സാമാന്യങ്ങൾ എടുത്ത് വെച്ച് ഓടിക്കാം. മതി. എല്ലാം യഥാസ്ഥാനത്ത് വെച്ചോ? വെച്ചൊന്നുമില്ല, വെക്കാൻ തുടങ്ങി. ഓക്കെ, പിന്നെ ഞാൻ ഇറങ്ങി കൂട്ടിക്കോളാം. 6:30 കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കോട്ടയം ഭാഗത്ത് കുറച്ച് നേരം ബ്ലോക്ക് കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ എത്തിയപ്പോൾ 9 മണിയായേ. സാധാരണ 8:30 ആകുമ്പോൾ എത്താറുള്ളതാ. ഇത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പിക്ക് എടുത്ത കേട്ടോ നിങ്ങളെ കാണിക്കാനായിട്ട്. പരിശുദ്ധ പെരുമല തിരുമേനിയുടെ 123-ാം ഓർമ്മ പെരുന്നാൾ ഈ വർഷം ഒക്ടോബർ 26-ന് കൊടിയേറി നവംബർ 3 വരെ ആഘോഷിക്കുകയാണല്ലോ. എല്ലാ വർഷവും പെരുന്നാളിനോടനുബന്ധിച്ച് ഞങ്ങൾ കുടുംബസമേതം പരുമലയിൽ വരാറുണ്ട്. ഇക്കുറി കുറച്ച് നേരത്തെയാണ് വന്നതെന്ന് മാത്രം. പെരുന്നാളിന് ലോകമെമ്പാടുമുള്ള ധാരാളം വിശ്വാസികൾ ഇവിടെ എത്തിച്ചേരുകയും തിരുമേനിയുടെ ഖബറിങ്കൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും വെയിൽ ഉദിച്ചു തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ വീണ്ടും കാറിലേക്ക് കയറിയിട്ട് ഞങ്ങൾ പാർക്കിംഗ് സ്പേസിലേക്ക് കൊണ്ടുവന്ന് ആ കറക്റ്റ് സ്പോട്ടിൽ തന്നെ ഇട്ടു. അല്ലാന്നുണ്ടെങ്കിൽ ഇനി തിരക്ക് കൂടുമ്പോഴേക്കും നമുക്ക് പാർക്ക് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം പെരുന്നാളിൻ്റെ ആ ഒരു സീസൺ ആയതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയായിരുന്നു കേട്ടോ. നല്ല വെയിലുണ്ട്. അപ്പോൾ വേഗം നമുക്ക് പോവാം. നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ വെയിലായിരിക്കും ഇവിടെ വരുമ്പോൾ. അതുകൊണ്ട് തന്നെ നല്ല വെയിലായി. അതുപോലെ തന്നെ അപ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് പോകുവാണ്. ആദ്യം ഞങ്ങൾ വാഷ്റൂമിലൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ടോ. അതിനുശേഷം മെഴുകുതിരി വാങ്ങി. സാധാരണ ഞാൻ അവിടെ നിന്ന് ഒരാൾ പൊക്കമുള്ള തിരിയൊക്കെ കിട്ടും വാങ്ങാനായിട്ട്. സാധാരണ ഞാനത് അങ്ങനെ പള്ളികളിൽ കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ അങ്ങനെ കിട്ടാറുണ്ട്. ഇത്തവണ ചെറിയ തിരിയാണ് വാങ്ങിയത്. ഇടയ്ക്ക് ഞാൻ അങ്ങനെ ഒരാൾ പൊക്കമുള്ള തിരിയൊക്കെ വാങ്ങി കത്തിക്കുമായിരുന്നു. അപ്പേനെ ഇടയ്ക്കൊന്ന് മിസ്സായിപ്പോയി. അതുകൊണ്ട് അമ്മ ഫോൺ വിളിക്കാതെ പറഞ്ഞിട്ട് വിളിക്കണതാണ്. അതേ അപ്പം അന്നേരം സൈഡിൽ നിപ്പുണ്ടായിരുന്നു കേട്ടോ. പാർക്കിങ്ങിൻ്റെ അടുത്ത് തന്നെ നിപ്പുണ്ടായിരുന്നു. അപ്പോൾ വേഗം അങ്ങോട്ട് വന്നു. ഞങ്ങൾ പള്ളിയിലേക്ക് കയറി പ്രാർത്ഥിച്ചു. അപ്പോൾ അതിനെപ്പറ്റി അമ്മ പറയും കേട്ടോ. അമ്മ പറയുന്നത് നമുക്ക് എന്താണെന്ന് കേൾക്കാം. കാരണം അതാണല്ലോ നിങ്ങൾക്കും കൂടുതൽ കേൾക്കാൻ ഇഷ്ടം. നമ്മൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. ഖബറിങ്കൽ കയറി. പിന്നെ പിതാവിൻ്റെ കട്ടിൽ കിടന്നിരുന്നു. ആ റൂമിൽ കയറി പ്രാർത്ഥിച്ചു. തിരി കത്തിച്ചു ഇത്രയും ഭാഗത്ത്. പിന്നെ കുറച്ച് പേരുടെ പേരിൽ കുർബാന കഴിപ്പിക്കാറുണ്ട്. അതെല്ലാം കൗണ്ടറിൽ ഏൽപ്പിച്ചു. ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ആദ്യകാല വസതിയിൽ പോകണം. ആദ്യകാല വസതിയിൽ പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കുറച്ച് നേരം പള്ളിയിലും കവറെങ്കിലും ഇരിക്കാനുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മടങ്ങും. അപ്പോൾ അതേ കാറിൻ്റെ ഡിക്കി തുറക്കുക. ഇതെടുക്കുക. ഒരു വലികളില്ല. ഇതേ കുപ്പിയിൽ വെള്ളം എന്നാ കൈ കഴുകുക. എടുക്കട്ടെ. കുറേ സാധനങ്ങളുണ്ടല്ലോ. കുടിവെള്ളം എനിക്ക് ഇച്ചിരി വേണം. തണുത്ത വെള്ളം മതിയോ? കുടിവെള്ളം സാധാ വെള്ളം? എനിക്ക് കൊണ്ടുവന്നേക്കണ ചൂടുവെള്ളം. ഞാൻ എടുത്തോളാം. ചൂടുണ്ടോ? ഞാൻ കാസറോളിലല്ല. കാസറോൾ എടുത്തില്ല എന്നാ. കുറച്ച് എല്ലാവർക്കും മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ 2 മതി കേട്ടോ. മതിയോ? പിന്നെ 4 ബാക്കിയുണ്ടല്ലോ. കട്ടച്ചമ്മന്തി ആണോ ഉണ്ടാക്കാറ്? ഇച്ചിരി ലിക്വിഡ് ആവുന്നു. കുടിവെള്ളം ഈ ഫ്ലാസ്കിലുണ്ട്. അപ്പയ്ക്ക് കുടിവെള്ളം വേണമെങ്കിൽ ഈ അപ്പയ്ക്കുള്ളതാണ് കൊടുക്കാവുന്ന.
ഞാൻ ഈ ചമ്മന്തി പാത്രത്തിലേക്ക് അങ്ങ് എടുക്കാൻ നോക്കാം. ഇപ്പോഴ് വരാൻ പറ. ഞാൻ എടുത്തോളാം. വെള്ളം കുടിച്ചിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ വെച്ചേരെ. ഇവിടെ വെക്കട്ടെ. ഞാനെടുക്കും കേട്ടോ. അമ്മ ചമ്മന്തി പാത്രത്തിലേക്കല്ലേ. അപ്പം തിന്നില്ലായിരിക്കും. ഇരിക്കട്ടെ, വേണമെങ്കിൽ കൊടുക്കാം. എന്നാൽ ഞാനില്ലേ ഒന്ന് കൈ കഴുകട്ടെ കേട്ടോ. ചമ്മന്തിക്കില്ലേ ഇച്ചിരി ഉപ്പ് കൂടുതലാണ്. പങ്കാളത്ത് ചെയ്തുകൊണ്ട് ഇഡലിക്ക് കുഴപ്പമില്ല. പിന്നെ അങ്ങ് മിക്സ് ചെയ്ത് കഴിക്കുക അല്ലേ? അതെ. ഇടുന്ന അമ്മേനെ കഴിഞ്ഞോടെ വന്നപ്പോൾ ആ ചേച്ചിക്ക് സുഖമില്ലാതെയായിരുന്നു. എൻ്റെ മക്കളായിരുന്നു, മകനോ. കോഫി ഉണ്ടോ? അങ്ങനെ ഞാനും കഴിക്കാനായിട്ട് എടുത്തേ. ഇങ്ങനെ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. കാരണം കൂടുതൽ ടൈമും കാറിൽ തന്നെയല്ലേ ഇരിക്കണേ. ഫിസിക്കൽ മൂവ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് കൂടുതൽ കഴിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാനൊന്നും ഒരു കംഫർട്ട് ഉണ്ടാവില്ലെന്നേ. ലൈറ്റായിട്ട് ഭക്ഷണം കഴിഞ്ഞ് ഇനി നമുക്ക് കോഫി പാർലറില്ലേ, അവിടെ പോയി ഒരു കാപ്പി കുടിക്കാം. കാപ്പി കുടിച്ചേച്ച് നമുക്ക് താഴത്തേക്ക് പോകാം. അപ്പോൾ ബാ ഇറങ്ങാം. വെയില. ഞാനതുകൊണ്ട് കുടയെടുത്തത് നീ എടുത്തു. അപ്പയ്ക്ക് വേണമെന്ന് ചോദിക്കാൻ കൂടാ. കുടയുണ്ട് കസ്റ്റഡിയിൽ. ഓക്കെ. എവിടെയെങ്കിലും ലോങ് ട്രിപ്പ് പോയാൽ പിന്നെ അപ്പം കാറിൻ്റെ കാര്യത്തിൽ വളരെ കൺസേൺഡ് ആണ്. ലോക്ക് ചെയ്താലും വീണ്ടും അത് ഉറപ്പ് വരുത്തും. പാർക്കിംഗ് ഒക്കെ കറക്റ്റ് ആണോ നോക്കും. കട്ടൻ രണ്ടും ഒരുപോലെ ഇരിക്കുന്നു. ഒരു അത് വിളക്കുണ്ടെങ്കിലേ അല്ല മറ്റേ വിളക്കണ്ട, അത് ഒന്നിച്ച് വരുന്നതാ. അതിനോട് വരുന്നതാ. ഇപ്പൊ കൺഫ്യൂഷൻ ആവും ഏതായാലും. ഇതിലെന്തെങ്കിലും പദം അമ്മ എന്നാ ഐസ് ടീയോ? ഓ ഭയങ്കര സംഭവം. ഞാനെപ്പോഴും ഇവിടെ നിന്ന് അതാ കഴിച്ചാൽ ഐസ് ടീ. വലിയ കേരളത്തിലുള്ള അപ്പൊ അങ്ങോട്ട് പോയി. ഐസ് ടീ വേണ്ടല്ലോ. നല്ല നോക്കട്ടെ. ഐസ് ടീ നല്ലതായിരുന്നെങ്കിലും ഞാൻ നല്ല ചൂടുള്ളപ്പോഴാണ് ഐസ് ടീ ഒക്കെ കുടിക്കാറ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എൻ്റെ എസ്പ്രസോയിൽ സാറ്റിസ്ഫൈഡ് ആയി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരുമേനിയുടെ ആദ്യകാല വസതിയായ അഴിപ്പുരയിൽ പോയി. ആദ്യകാലങ്ങളിൽ വൈദികർക്ക് പരിശീലനം നൽകിയിരുന്നത് അഴിപ്പുരയിൽ വെച്ചിട്ടായിരുന്നു. എല്ലാ വർഷവും പെരുന്നാൾ കൊടിയേറിയാൽ പിന്നെ അവസാനം വരെ ഇവിടെ വെച്ച് 144 മണിക്കൂർ അഖണ്ഡ പ്രാർത്ഥന നടത്തിപ്പോരുന്നു. അവിടെ അടുത്തൊരു കുരിശുണ്ട്. അവിടെയും ഞങ്ങൾ പോയി തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ കബറെങ്കിൽ വീടിൻ്റെ താക്കോല് വെച്ച് കുറച്ച് നേരം പ്രാർത്ഥിച്ചിരിക്കും. അത് അമ്മച്ചി തൊട്ടുള്ള ശീലമാണ് കേട്ടോ. അത് നമ്മൾ ഫോളോ ചെയ്ത് പോരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബുക്ക് സ്റ്റോളിലൊക്കെ പോയി. പിന്നെ അതെ തിരികെയുള്ള യാത്രയാണ്. അമ്മ എന്നാ നോക്കണേ? എന്നാ വേണ്ടിയത് നിനക്ക്? എന്റെ ബാഗ്. സ്കൂള് പെയിന്റ് ഇടുവാതാ. ഇവിടെയൊക്കെ കടകൾ വന്ന് വെച്ചുകെട്ട് കടകളായി കഴിഞ്ഞു. നമ്മള് പള്ളിയിലൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ്. സമയം 11:24. തിരിച്ചു പോകുമ്പോ ഓടിക്കണത് അപ്പയാണ് കേട്ടോ. ഇങ്ങനെ വന്നപ്പോ ഓടിച്ചത് മുഴുവനും ഞാനാണ്. അതുകൊണ്ട് ഇനി ഇപ്പൊ അന്നേരം ബോക്സ് പണിക്ക് അന്നേരം പമ്പയാറ്. പമ്പയാറില്ലേ, ഈ പമ്പയാറിന്റെ കൈവഴിയെ ഞാൻ പള്ളിയുടെ അരികിലെ കാണിച്ചു തന്ന സ്ഥലം. ആകാശം നല്ല ഭംഗി കാണാൻ. ഇവിടെ നിന്നാണ് പണ്ട് അപ്പയൊക്കെ ചെറുപ്പത്തിൽ പോയിക്കൊണ്ടിരുന്നപ്പോ ഇവിടെ വന്നേച്ച് കടത്ത് കിടന്നാ പള്ളിയിട്ട് കിടക്കണം. പാലയില്ല. ഞാനങ്ങനെ പോയിട്ടില്ല കേട്ടോ. അപ്പൊ അമ്മച്ചി അപ്പച്ചനും ഒക്കെ ആയിട്ട് പോകുമ്പോ ചെറുപ്പകാലങ്ങളിൽ ഇവരെല്ലാരും അങ്ങനെ പോയിട്ടുണ്ടെന്നോ. അല്ല അന്ന് കടത്തില്ല. പരുമലക്കടവെന്നാ പറയണേ ഇതിന്. ഇത് മാന്നാറ്. ഞാൻ വന്നുകഴിഞ്ഞ് ഞാൻ വരുമ്പോ പാലം ഉണ്ട് ഇവിടെ. നല്ല വെയിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമ്മളിവിടെ എത്തുമ്പോ നല്ല വെയിലാണ്. പറഞ്ഞതുപോലെ തന്നെ അല്ലേ, കടും വെയില. ഉണ്ട് ക്യാമറയിൽ കാണാം. മഴ പെയ്യും എന്തായാലും, വൈകിട്ട് മഴ പെയ്യും. പക്ഷെ അപ്പൊ പൂവമ്പഴം നോക്കിയിട്ട് പൂവമ്പഴം കണ്ടില്ല. ഏത്തപ്പഴം കുറെ കിടക്കും. ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോ ചന്തയായിരുന്നു. ആ റോഡ് രണ്ട് സൈഡ് നിറച്ച്. അത് പെരുന്നാളിന്റെ ആ വീക്കായിരുന്നതാ. 25th അങ്ങനെ അന്നേരത്തേക്കും ഇഷ്ടം പോലെ ഇങ്ങനെ ആവൂലോ. ഞാനില്ലേ ആ ബുക്ക് സ്റ്റോളിലൊക്കെ കയറി ഒരു ബുക്ക് മേടിച്ചു. പിന്നെ എന്തൊക്കെയാ, ഒരു മാല മേടിച്ചു. പിന്നെ 2 ചെയിൻ മേടിച്ചു, ബ്രേസ്ലെറ്റ് പോലത്തെ. നല്ല രസമുള്ള. അങ്ങനെ മാന്നാറ് കഴിഞ്ഞു. ഇനി അടുത്ത പാലം. അതെ. അങ്ങനെ പരുമലയുടെ ബൈ ബൈ പറഞ്ഞ് പോവാണ്. ഈ വർഷത്തെ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ചിലപ്പോ ഇടയ്ക്ക് വരും. ഒക്ടോബർ അല്ലേ ഇതിപ്പോ, നവംബർ ഡിസംബർ. ചിലപ്പോ ഡിസംബറിൽ വന്നിരിക്കും. പെരുന്നാൾ 26-ാം തീയതി കൊടിയേറും. നമ്മൾ ഈ വീഡിയോ ഇടുമ്പോ പെരുന്നാൾ ആവുമോ അതെയോ പെരുന്നാളില്ല കഴിഞ്ഞിട്ടുണ്ടാവുമോ എന്ന് നമുക്ക് അറിയില്ല കേട്ടോ. ഇപ്പൊ ഇതേ കൈവിരി പിടിപ്പിച്ചു പാലത്തിന്. നോക്കിയോ, അത് പിടിച്ചോ.
നേരത്തെ ഇല്ലായിരുന്നു, സേഫ്റ്റി ആംഗിൾ. ശരിയാട്ടോ, പദയാത്രയൊക്കെ വരുമ്പോ അതായിരിക്കും. അപ്പോ ഈ വർഷം പരുമല സന്ദർശിക്കാൻ കഴിയാതെ പോയവർക്ക് ഈ വീഡിയോ ഒരു മുതൽക്കൂട്ടാവട്ടെ. ഇത്തവണ 2-ാം തീയതി സൺഡേ ആയി വന്നത് കൊണ്ട് 2ഉം 3ഉം ആക്കി പെരുന്നാൾ നീക്കിയിട്ടുണ്ട്. മെയിൻ പെരുന്നാള് 26-ന് കൊടിയേറും, 3-ാം തീയതി കൊടിയേറും. അങ്ങനെയാണ്. അപ്പൊ നമ്മള് നോട്ടീസ് എടുത്തിട്ടുണ്ട് അവിടെ നിന്ന്, ബുക്ക് സ്റ്റോളിന്റെ അവിടെ നോട്ടീസ് വെച്ചിട്ടുണ്ടല്ലോ, ബുക്ക്ലെറ്റ് ആയിട്ട് അവിടുത്തെ നോട്ടീസ്. എൻ്റെ കമ്മൽ കണ്ടോ, ബട്ടർഫ്ലൈ കമ്മലാട്ടോ ഇട്ടിരിക്കുന്നത്. കാണിച്ചു തരാൻ പറ്റിയില്ല, ഉറക്കം അത്ര ശരിയായിട്ടില്ല. ഹാർഡ്ലി 4.5 മണിക്കൂറും കണ്ട് ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് എന്തോ മുഖമൊക്കെ വല്ലാത്ത രീതിയിലിരിക്കുന്നു. മുടി ഒട്ടും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ആകെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇറിറ്റേറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. ആ പള്ളി നല്ല ഭംഗിയാണ്. അതിന്റെ ബാക്കിലാണ് പറയാറ്. ആലംതുരുത്തി എന്ന സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു കാത്തലിക് ചർച്ച് കണ്ടു കേട്ടോ. ഇതുവരെ നമ്മൾ പറയാത്ത പേരുകള് ഇത്തവണ എടുത്തു പറയാൻ ശ്രദ്ധിക്കണേ. കാരണം എല്ലാ തവണയും നമ്മള് പരിചിതമായ പേരൊക്കെ ഇരിക്കും. പുതിയാണ് കണ്ടിട്ട്. അത് പക്ഷേ വാണ്ടലുണ്ടാവും റോഡ് സൈഡ് ആയിരിക്കും. പേരൊക്കെ എനിക്ക് വലിയ ഇഷ്ടം. കാവും ഭാഗം അത് നമ്മൾ പറയാറുണ്ട്. ആലംതുരുത്തി അതിലൊരെണ്ണാണ് കേട്ടോ. ആലംതുരുത്തി ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല. ആ ഭാഗത്തുള്ളവർ കൈ പൊക്കുക. പിന്നെ ഞങ്ങൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് കണ്ടുകൂട്ടോ, അതും പറയാലോ. അത് കണ്ടു, വളരെ സന്തോഷമായി. ഞങ്ങള് വീട്ടിൽ നിന്ന് 6:30-ക്ക് പോന്നു, 9 മണിക്ക് വന്നു. പിന്നെ അടുത്തുവ ചക്കുളത്ത് കാവം, അതൊക്കെ നമ്മൾ പറയാറുണ്ട്. പുളിക്കീഴ് എന്നുള്ള സ്ഥലത്തൂടെയാണ് പോണേ കേട്ടോ. ഈ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടോ അറിയില്ല, നമ്മുടെ വീഡിയോ കാണുന്നവർ. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവിടെ ഒരു സ്റ്റോള് നടത്തുന്ന പേര് ഞാൻ മറന്നുപോയി. ആ ലേഡി ഓടി വന്നു അമ്മമ്മയെന്നും പറഞ്ഞോണ്ട്. അപ്പൊ അവര് നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബറാണ്, വളരെ സന്തോഷം കണ്ടതിലെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് പിരിഞ്ഞു കേട്ടോ. പിന്നെ പള്ളിയിൽ വന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്തും ഒക്കെ കണ്ടു. മാവേലിക്കരക്കാരെ കണ്ടു, ആരൊക്കെയോ കണ്ടില്ലേ, ഒരുപാട് പേര്. ഇപ്പൊ വളഞ്ഞ വട്ടത്തിലേക്ക് കടന്നു നമ്മള്. വളഞ്ഞ വട്ടം ഇങ്ങോട്ട് വരുമ്പോ പെട്ടെന്ന് ആവണുണ്ട്. ഇവിടെ എത്താൻ ഇച്ചിരി പ്രയാസമായിരുന്നു. അതെ. ഈ വളഞ്ഞ വട്ടം സെന്റ് മേരീസ് ചർച്ച് ഈ ഭാഗത്തെങ്ങാണ്ടാണ് നമ്മുടെ തനീഷയുടെ വീട്. അത് കുറച്ചുകൂടെ അങ്ങ് പോണം, ഞാൻ പറയാ ഭാഗം വരുമ്പോ. ഈ പാലം ഏതാ, മാന്നാറാണോ? അല്ലല്ല, അതൊക്കെ കഴിഞ്ഞു പോയി. മാന്നാർ എന്ന് പറഞ്ഞ പരുമലയിൽ കിടക്കണ കടവുണ്ടായിരുന്ന പാലാണ് മാന്നാർ. ഇക്കരെ ഭാഗം മാന്നാർ, അക്കരെ പരുമല. നല്ല രസം ഈ സ്കൈയും പാലവും ഇങ്ങനെ കാണാനായിട്ട്. ഇതിന് പറയുന്ന പേര് മാന്നാർ കടവെന്നാണ് പണ്ട്. ഇതേതാ ഈ കടവ്? ഇത് മീനച്ചിലാറാണോ? പമ്പയായിരിക്കും. ഇവിടെ മുഴുവൻ പമ്പയാറിന്റെ ആണോ? പമ്പയാറിന്റെ കൈവഴിയാണ് പരുമലപ്പള്ളിയുടെ സൈഡിലൂടെ പോണത്. ഇത് പുളിക്കീടിന്റെ അവിടെ ഉള്ള ആ പാലാണ് കേട്ടോ. അത് അറിയാവുന്നവര് എന്റെ പേര് പറയണേ. നമുക്ക് ഈ പാലത്തിന്റെ പേര് അറിയില്ല. ഇനിയിപ്പോ ചെല്ലണം, എനിക്ക് തോന്നണത് മേളാമ്പറമ്പിന്റെ ജംഗ്ഷനിലേക്കാണ് തോന്നണം. ഡൗട്ട് ഉണ്ട് കേട്ടോ, കറക്റ്റ് അറിയില്ല. മീനൊക്കെ വഴിയോരത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് സൈൻ ബോർഡിൽ ഇവിടെ ഒത്തിരി എഴുതിയിട്ടുണ്ട്. അമ്പലപ്പുഴ പൊടിയാടി. പൊടിയാടിയാണ് സ്ഥലം കേട്ടോ. പൊടിയാടി നമ്മൾ പറയാറില്ല, പലരും പറയാറുണ്ട്. നമ്മള് വീഡിയോ കാണാറുണ്ട്. ഇവിടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതെ. ഇങ്ങോട്ട് വന്നപ്പോ ഈ വളവ് തിരിഞ്ഞിട്ട് എന്ത് ചെയ്ത് എത്തൂലായിരുന്നു അല്ലേ? പക്ഷെ തിരിച്ചു പോകുമ്പോ വേഗം ഈ ഇവിടെ വളവിന്റെ ഇവിടെ എത്തി അല്ലേ? ചങ്ങനാശ്ശേരിയൊക്കെ ആകുമ്പോ ഭയങ്കര ബ്ലോക്ക് ആവും. സമയല്ലേ അങ്ങോട്ട് പോണേ, കണ്ട് തകഴിക്ക് പോണതാ. ഇവിടെ ബോർഡുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞതാ. എനിക്കല്ലാണ്ട് വലിയ നിശ്ചയം പ്രശസ്തമായ സ്ഥലം തകഴി അല്ലേ? പുള്ളിയുടെ പേരും അറിയില്ല പലർക്കും. പണ്ടത്തെ എഴുത്തുകാരൊക്കെ അല്ലെങ്കിലും ശിവശങ്കരപ്പിള്ള എന്നാണ് ഈ സ്ഥലത്തിന്റെ പേരായിരിക്കും ആദ്യം വരിക, പണ്ടത്തെ എഴുത്തുകാരുടെ ഒക്കെ. ചെമ്മീൻ എന്ന് പറഞ്ഞ ഒരൊറ്റ നോവല് 37 ലോകഭാഷകളിലേക്ക് അത് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അത് മുഴുവനും ആ സിനിമയുടെ ഒരൊറ്റ സ്വാധീനമാണ്. ലോകം മുഴുവൻ ആ സിനിമ കാണിച്ചു. അതിന്റെ പേരിൽ ആ നോവല് ചൈനീസ് ഭാഷയിലേക്ക് വരെ അത് ഇത് ചെയ്തിട്ടുണ്ടെന്നാണ്. ആകപ്പാടെ വളരെ ചെറിയൊരു നോവല് ബുക്കാണത്, തീരെ ചെറിയൊരു ബുക്ക്. പക്ഷെ അത് അങ്ങോട്ട് ഫിലിമായി കഴിഞ്ഞപ്പോഴേക്കും എന്താ അതിൻ്റെ ഒരു പകിട്ട്. ഇന്നും ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു പുതിയ
ഹൈ ടെക്നോളജി സിനിമ പോലും ഇതിന്റെ മുമ്പിൽ നാണിച്ചു. ഉണ്ടപ്ലാവ്. ഉണ്ടപ്ലാവ് നമ്മൾ പറയാറുണ്ടല്ലേ. ഇത് മണിപ്പുഴയാട്ടോ, മണിപ്പുഴ ആണോ? മണിപ്പുഴ നമ്മൾ ഒരു തവണയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ദുർഘടം പിടിച്ച പാലം ഉണ്ടായിരുന്നു. ചൂടോടെ അടപ്രഥമൻ, പാലട. പാലടാന്ന് കേൾക്കുമ്പോ എന്റെ നാവില് വെള്ളം ഊറും. പാലപ്പവും മുട്ടക്കറിയും. ചൂട് പാലപ്പവും മുട്ടക്കറിയും. അതെ. എനിക്ക് ഈ പാലട ഭയങ്കര ക്രൈസാ. പായസങ്ങളിൽ ഏറ്റവും ഇഷ്ടം ഹോസ്പിറ്റലിന്റെ ബോർഡ് ഉണ്ട് അവിടെ. എവിടെ ഒരു ഹിറ്റാച്ചി കിടപ്പുണ്ടല്ലോ അമ്മയുടെ. ഹിറ്റാച്ചി അമ്മയ്ക്ക് വളരെ പരിചിതമാണ്. അത് ഇതുകൊണ്ടാ ഇതാണ് ഞാൻ സ്കൂളിന്റെ കാര്യം. ഏത് സ്കൂളാണ്? ബോർഡ് വായിക്കാൻ. തിരുവല്ല കാവുംഭാഗം ദേവസ്വം ബോർഡാണ് ഹയർ സെക്കൻഡറി. ഇതിപ്പോ അമ്പിളി ജംഗ്ഷൻ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലിയേക്കര പള്ളി. അമ്പിളി ജംഗ്ഷൻ കൊള്ളാല്ലേ, നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇവിടെയാ മേളാമ്പറമ്പില്. ഇവിടെയാട്ടോ മേളാമ്പറമ്പിൽ പാലിയേക്കര പള്ളിയുടെ കുരിശ്. ആ പള്ളിയുടെ കുരിശല്ലേ അത്? അതെ അതെ അതെ. ഇത് പാലിയേക്കര പള്ളി. പാലിയേക്കര പള്ളി കാണിക്കുമ്പോ നമ്മളോട് ഒത്തിരി പേര് പ്രത്യേകം പറയാറുണ്ട്, അവർക്ക് കാണാൻ ഈ വർഷം ഇവിടെ സന്ദർശിക്കാൻ കഴിയാതിരുന്നവര് ഈ പള്ളി കാണുമ്പോ ഭയങ്കര നൊസ്റ്റാൾജിയ പുതുക്കാറുണ്ട്. ഞാൻ പോന്നപ്പോ പറഞ്ഞില്ലേ ഒരു അച്ഛന്റെ ഇവിടെ ഈ ഇടവക അച്ഛൻ മരിച്ചു എന്നത്, അതിന്റെ ഫ്ലക്സ് അവിടെ ഉണ്ട്. ആദരാഞ്ജലികൾ എന്നും പറഞ്ഞ് ചെന്നൈ ഏതോ ഒരു പള്ളിയില് ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഇരിക്കുമായിരുന്നു. അവിടെ വെച്ച മരണപ്പെട്ടത്. 40 എന്തോ സംതിങ് പ്രായമുള്ളൂ, 50 വയസ്സിൽ താഴെ പടയിരിപ്പുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് അടക്കിയത് പാലിയേക്കര ഇടവകയാ. പാലിയേക്കര സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചാട്ടോ. പരിമല തിരുമേനി മിക്കവാറും ഒക്കെ വന്ന് കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന പള്ളിയായത്. ഇവിടെയാണ് കുരിശുംതൊട്ടിയിൽ പരിമല തിരുമേനിയുടെ ഒരു ഫോട്ടോ, വലിയൊരു ഫോട്ടോ ഉണ്ടായിരുന്നു പണ്ടത്. എന്നിട്ട് നമ്മളാ പോയ പള്ളി ഏതാ അവിടെ കുമരകത്ത് ആറ്റമംഗലം, അവിടെ ഇങ്ങോട്ട് മാറി അവിടെ ഇങ്ങോട്ട് കൊണ്ടുപോയ ഫോട്ടോ ഉണ്ട്. ഈ പാലിയേക്കര പള്ളിയോട് ചേർന്നിട്ടുള്ള ഹയർ സെക്കൻഡറി സ്കൂള് പരിമല തിരുമേനിയുടെ കാലഘട്ടത്തിൽ സ്കൂൾ പണിയാനായിട്ട് കല്ലിട്ടു. തിരുമേനിയുടെ മരണശേഷമാണ് അത് പൂർത്തീകരിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ആ സ്കൂളിന് പേരിട്ടായിരുന്നത് MGM മെമ്മോറിയൽ എന്നാ. ഇപ്പൊ അത് ഹയർ സെക്കൻഡറി ആയിട്ട് ഉയർന്നു കേട്ടോ. അന്ന് ഹൈസ്കൂൾ ഏതാണ്ടായിട്ടായിരുന്നു. ഇതെല്ലാം തറവാട്ടിലെ ബേബി ചാച്ചൻ എഴുതിയ പുസ്തകത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാട്ടോ. നമ്മുടെ ബേബി ചാച്ചൻ അങ്ങനെ എഴുതിയ പുസ്തകത്തിൽ. ബുക്ക് സ്റ്റോളിൽ സ്ഥിരം ഉണ്ടത്. ഒരു പ്രാവശ്യം ഞാൻ ബേബി ചാച്ചനുള്ളപ്പോ ഇങ്ങനെ പറഞ്ഞു ഒരെണ്ണം നീ എടുത്തോണ്ട് പോരാൻ മേലാഞ്ഞോണം. പൈസ കൊടുക്കണ്ടേ? അല്ല വേണ്ടാന്ന്, എന്റെ ആളുടെ പുസ്തകം എന്ന് പറഞ്ഞ് നീ എടുത്തോണ്ട് പോരാ. അല്ല ബേബി ചാച്ചൻ അപ്പയ്ക്ക് പുസ്തകം കൊടുത്തായിരുന്നു. കൂടാരപ്പള്ളി നല്ല രസമായി ഈ പള്ളി കാണാൻ. നമ്മൾ ഒരു പ്രാവശ്യം മറ്റേ പഴയ കാറുണ്ടായിരുന്നു പള്ളിയുടെ അടി ഫ്ലോറ് അണ്ടർഗ്രൗണ്ട് ഒരു വലിയ ഹോളാണ്. ഓ അത് ശരി. അവിടെ കല്യാണങ്ങളൊക്കെ നടക്കുന്ന എയർ കണ്ടീഷൻ ഹോളാണ്. പക്ഷെ അതിനകത്ത് കയറി ഹോളിൽ ഇറങ്ങി ചെന്നാലേ അങ്ങനെ ഒരു ഹോൾ ഉണ്ടെന്നുള്ളത് ആൾക്കാർക്ക് അറിയാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു കച്ചേരിപ്പടി ഇവിടെയാണ് അപ്പ. അല്ല അത് ഇവിടെ ഇതാ അവരുടെ ആ റവന്യൂ ടവർ. അപ്പ ഇവിടെ വന്നിട്ടുണ്ട്. എന്തിനാന്ന് പറഞ്ഞുതരാം. അത് ഇതിൽ ആഡ് ചെയ്തോ ഒരു രസകരമായ കാര്യ. അതായത് നമ്മുടെ ഇവിടെ ബജാജ് ചേതക്ക് സ്കൂട്ടർ കൊടുത്തു വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ എപ്പോഴും പേപ്പർ മാറ്റി എല്ലാവർക്കും വണ്ടി കൊടുക്കുള്ളൂ കേട്ടോ. അവരുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെച്ചാണ് ഇത് വീട്ടിൽ നിന്ന് വണ്ടി എടുപ്പിക്കുള്ളൂ. അപ്പൊ അത് നമ്മുടെ ഒരു അറിയാവുന്ന ആളായതുകൊണ്ട് നമ്മുടെ ആ പുള്ളിക്ക് വേണ്ടി അതെന്ന് പറഞ്ഞ് പുള്ളി മേടിച്ചു, പൈസയും കൈമാറി. അത് കഴിഞ്ഞ് പേര് മാറുന്ന പറഞ്ഞപ്പോഴാണ് പുള്ളിയുടെ സ്റ്റാഫ് അത് മേടിച്ചേക്കണേന്ന് അറിഞ്ഞത്. അപ്പൊ സ്റ്റാഫ് അവിടെ താമസിക്കണമെങ്കിലും പുള്ളിയുടെ വീട് ഈ ഏരിയയിലല്ലേ, കാവുംഭാഗം കണ്ട. അപ്പൊ പുള്ളിയുടെ റവന്യൂ ടവർ ഇവിടെ. അപ്പ എന്നിട്ട് 3 പ്രാവശ്യം ഇവിടെ വന്നു. എന്തിനാന്നോ നമ്മുടെ ഷട്ടിലിനും ട്രെയിനിനും ഒക്കെ കോട്ടയത്ത് വന്നേച്ച് അവിടെ നിന്ന് ബസ് കയറി തിരുവല്ലയിൽ വന്ന് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സ്കൂട്ടർ കൊണ്ടുപോവുകയും ചെയ്തു. അപ്പൊ നമ്മുടെ പേരിൽ അത് കിടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളതിന്റെ പുറകെ പോകണം. നമ്മള് ഓൾറെഡി സെയിലായി നമ്മുടെ വണ്ടി, പൈസയും മേടിച്ചു. അപ്പൊ അതിനു വേണ്ടി 2 or 3 പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ അത് കറക്റ്റായി ആ പേരിലേക്ക്, അദ്ദേഹത്തിന്റെ പേരൊക്കെ ഞാൻ പറഞ്ഞ പേരിലേക്ക് ചേഞ്ച് ആയി കൊടുത്തു. അപ്പൊ അങ്ങനെ അതിനു വേണ്ടി വന്നപ്പോ എന്നോട് ഇവിടെ പറയും നമ്മള് പരിമലയ്ക്ക് പോകുമ്പോ വന്നെ ഇവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ചായി തിരുവല്ല സ്റ്റാൻഡിൽ. ഞാൻ കണ്ടിട്ടില്ല. പിന്നെ രജിസ്ട്രേഷൻ ഓഫീസ്, പഞ്ചായത്ത് അല്ല മറ്റേ മുനിസിപ്പൽ ഓഫീസ്, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു
കോംപ്ലക്സ് ആണത്. അതാണ് ഈ കച്ചേരിപ്പടി, അതൊരു ടവർ. ഇപ്പൊ മണന്തുരത്തിലൊക്കെ പണിയാൻ പോകുന്നു അങ്ങനത്തെ. നമുക്ക് വില്ലേജും പഞ്ചായത്തും നീ ഇപ്പൊ ഇങ്ങനെ പോലപ്പോ ഇനി ചോദിച്ചില്ലേ നമ്മുടെ ട്രഷറി ഒക്കെ എവിടെയാണ്? PWD. അപ്പൊ എന്നോട് വന്ന് പറഞ്ഞു. പക്ഷെ അവര് നല്ല അപ്പൊ പറഞ്ഞു ഗവൺമെന്റ് ഇതാണെങ്കിലും ഇങ്ങനെ ഇത്രയും ഡിസ്റ്റൻസിൽ നിന്ന് വന്നതാന്ന് പറഞ്ഞുകൊണ്ട് അവരധികം ഇതാക്കിയില്ല. അപ്പനെ സാറിനെ ഞങ്ങളെ വിളിച്ചോളാന്നും പറഞ്ഞ് റെഡി ആയി കഴിഞ്ഞപ്പോ വിളിച്ചു. അപ്പൊ പറഞ്ഞു പോസ്റ്റ് ചെയ്ത് തരണ്ട, ഞാൻ തന്നെ വന്ന് കളക്ട് ചെയ്തോളാന്ന്. എന്നിട്ട് കളക്ട് ചെയ്തേച്ച് ആ ചേട്ടനെ വിളിച്ച് കൈമാറി സംഭവം. അപ്പൊ പിന്നെ നേരത്തെ അപ്പൊ അങ്ങനെ ഇത് ചെയ്തു കൊടുക്കും. പക്ഷെ ഇത് നാട്ടിലുള്ള ആളാന്നുള്ള രീതിയിലല്ലേ കൊടുത്തത് നമ്മള്. അപ്പൊ പിന്നെ മറ്റേ ആളാ മേടിച്ചെന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ ഇത് പറ്റി. ജോളി സിൽക്സ്. ഞാൻ ഈ ട്രെയിനിന് വന്ന് തിരുവല്ല ബസ് സ്റ്റാൻഡ് KSRTC ഇവിടെ ഇറങ്ങി പോനെ. ഞാൻ രാവിലെ വഞ്ചിനാടിന് വന്നേച്ച് പരമല തിരുവല്ലയിൽ ഇറങ്ങി ബസ്സിന് കയറി പരമല ചെന്നേച്ച് തിരിച്ചു പോരുമ്പോ ഇങ്ങനെ ബസ് കയറി പോരും. അമ്മയ്ക്ക് വളരെ ഇഷ്ടമാണ്. എനിക്കെപ്പോഴും ഇഷ്ടമാണ്. എനിക്കിങ്ങനെ മാറി കയറുന്നത് തീരെ ഇഷ്ടമല്ല. വണ്ടി മാറി കയറണം. ഇവർക്ക് രണ്ടുപേർക്കും അങ്ങനെ മാറി കയറണം ഇഷ്ടം. ഞാനൊരു ബസ്സിൽ കയറി ഒന്ന് സ്വസ്ഥാവാന്ന് വിചാരിക്കുമ്പോഴേക്കും അപ്പൊ പറയുക ഇറങ്ങാറായിന്ന്. അന്നേരം അതുകൊണ്ട് ഇവിടെ ഒരിക്കലും എന്റെ കൂടെ എനിക്ക് അതുകൊണ്ട് അമ്മയുടെ കൂടെ പോണതേ ഇഷ്ടമല്ല. എനിക്ക് എപ്പോഴും മാറി കയറണം. മല്ലപ്പള്ളി റൈറ്റ് ആട്ടോ. അമ്മച്ചിയുടെ അനിയത്തി റൈറ്റ് ആടി. ഇതാ പ്രൈവറ്റ് സ്റ്റാൻഡിലേക്കുള്ള വഴിയാണ്, റെയിൽവേ സ്റ്റേഷൻ. അത് രണ്ടും അടുത്തടുത്താണ്. അതുകൊണ്ട് അമ്മ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല ബസ്സുകളിൽ കയറുന്നതാണ്. എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാനിപ്പോ മാന്നാറിൽ നിൽക്കുമ്പോ ഇല്ല, എനിക്ക് ചങ്ങനാശ്ശേരി വന്നാലും ഞാൻ തിരുവല്ലായി കയറും. തിരുവല്ലായിൽ വന്ന് ഇറങ്ങിയേച്ച് ചങ്ങനാശ്ശേരിക്ക് അടുത്തേക്ക് കയറാം. ഒരു ബസ്സിൽ കയറി ഒന്ന് സ്വസ്ഥായിട്ട് ഒരു സ്ഥലം പിടിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ഇറങ്ങാറായത്. ഇങ്ങനെ ഉണ്ടോ ഒരിറക്കം? എനിക്ക് ഓർമ്മത്തിൽ തന്നെ ഇരുന്ന മടുപ്പാവുന്നേ. എനിക്ക് ബസ്സിൽ കയറുമ്പോ തന്നെ കുറച്ച് കഴിയുമ്പോ ഛർദിക്കാൻ വരും. എനിക്കും അതൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ അമ്മയ്ക്ക് അതുകൊണ്ടൊന്നും എനിക്ക് തോന്നണില്ല. ഉണ്ട്. ഞാൻ ഇപ്പോഴും കാലിതായി കഴിഞ്ഞാൽ എനിക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. മുത്തൂർ എനിക്ക് തോന്നുന്നു അങ്ങോട്ട് പോണം. ഭദ്ര ഓഡിറ്റോറിയം. മുത്തൂർ ചൂടുണ്ടോ? ഇല്ല. അങ്ങനെ വേറെ ഒരു സ്ഥലം കണ്ടുപിടിച്ചു കേട്ടോ. ബോർഡിൽ കണ്ടതാണ് പെരുംതുരുത്തി. ഒരു സ്ഥലം പറഞ്ഞ തെങ്ങണ. അത് കണ്ടായിരുന്നോ? ആൻസിന്റെ ഒരു ബേക്കറി നമ്മളവിടെ കണ്ടു. നമ്മുടെ എറണാകുളത്തെ ആൻസിന്റെ പല ആൻസിന്റെ തന്നെ. പക്ഷെ അത് കഴിഞ്ഞു പോയപ്പോഴാണ് കണ്ടത്. തിരുവല്ലയില് ഈ മെയിൻ റോഡിലുണ്ട്. തിരുവല്ല പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് പോകുമ്പോൾ ഒരു ആൻസ് ഉണ്ട്. ചെറിയ ഷോപ്പാണ്. ഇതൊരു ഹോട്ടൽ അന്നപൂർണ്ണ കേട്ടോ. നല്ല രസമല്ലേ കാണാൻ. അപ്പൊ സീസൺ അല്ലേലും മാങ്ങ ഉണ്ടായി കിടക്കണുണ്ട്. അതേ നല്ല രസം. ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാണുമ്പോ ഭയങ്കര കൗതുകം. ചിലപ്പോ ഓൾ സീസൺ ആയിരിക്കും അല്ലേ? ഈ വീട് ഇങ്ങനെ മെയിൻ റോഡിന്റെ ഇതല്ലേ, ഇപ്പൊ ഫ്രണ്ടിൽ ഇങ്ങനെ പിടിപ്പിച്ച നല്ലൊരു ഉണർവ് കിട്ടും അവർക്ക്. അതെ, കൊറേ ഉണ്ടായിട്ടുണ്ട്. നല്ല രസമുണ്ട്. NSS ഹിന്ദു കോളേജ് ഭയങ്കര ഫേമസ് കോളേജാ. ഇത് മന്നം മെമ്മോറിയൽ NSS കൺവെൻഷൻ സെന്റർ. ആയിരിക്കും. SB കോളേജാ കേട്ടോ. അരവിന്ദിന്റെ കോളേജ്. അരവിന്ദിന്റെ എന്ന് പറഞ്ഞാൽ അരവിന്ദ് പ്രൊഫസറായിട്ടിരിക്കുന്ന കോളേജ്. സെന്റ് ബർച്ച്മാൻസ് കോളേജ് എന്നാണ് എഴുതിയിരിക്കുന്നത്. SB കോളേജ് ഫേമസ് കോളേജാണ്. ഇന്നിപ്പോ ഒരു സ്ഥലത്തിന്റെ ബോർഡ് കണ്ടു. ആദ്യമായിട്ട് അത് കാണണം. മധുമൂല. നമ്മുടെ മധുപ്പാപ്പന്റെ വല്ലതും ആണോ? മധുമൂല. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു ബോർഡ് കണ്ട. അവിടെ ഒരു ഏസ് കൊണ്ടുവന്ന് ഇഷ്ടിക ഇറക്കണം. നമ്മൾ ഈ സ്ഥലപ്പേരൊക്കെ ഇങ്ങനെ പറയണായിരുന്നേ. ഇത് മെമ്മറിയിൽ നിക്കുന്നുണ്ട് അല്ലേ? ലായിക്കാട്, മറിയപ്പുള്ളി. അത് എപ്പോഴും മെമ്മറി. അല്ലെങ്കിൽ നമ്മൾ ഈ വഴി പാസ് ചെയ്താലും ഈ സ്ഥലപ്പേരൊന്നും അങ്ങനെ ശ്രദ്ധിക്കില്ല. ഇല്ല. കടപ്ര, മാന്നാർ, മുരണം. അപ്പൊ നമ്മള് പാസ് ചെയ്ത് പോണ സ്ഥലം തുരുത്തി. അത് നമ്മള് കേട്ടിട്ടില്ല. തുരുത്തി എന്ന് പറഞ്ഞ ഒരു സ്ഥലം എന്റെ അമ്മ വീട്ടിലും അമ്മായി വീട്ടിലും ഒക്കെ പോകുമ്പോ പെരുമ്പാവൂരിന്ന് കോട്ടപ്പടിക്ക് പോകുമ്പോ ഒരു സ്ഥലമുണ്ട് തുരുത്തി. ഇപ്പൊ ഇവിടെ തുരുത്തിന്ന് ബോർഡ് കണ്ട. അപ്പൊ നിങ്ങൾ ഇവിടെയുണ്ട് ബോർഡ്. നിങ്ങൾ തുരുത്തിയിലുള്ള ആരെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എന്നാ ഞാൻ ആ നെയിം ബോർഡ് ശ്രദ്ധിച്ചത് കേട്ടോ. ശ്രദ്ധിച്ചിട്ടില്ലാത്ത കുറെ നെയിം ബോർഡുകൾ നമ്മൾ ശ്രദ്ധിച്ച് പറയണം. ഇതുവരെ പറയാത്ത വീഡിയോയില് പേരുകള്. അതല്ലേ രസം. അതെ.
അപ്പൊ എപ്പോഴും പറഞ്ഞത് തന്നെയല്ലേ നിങ്ങൾ കേൾക്കണത്. ഇത്തവണ വ്യത്യസ്തതയുണ്ട് കുറെ സ്ഥലങ്ങൾ. അതെ. ഇനി കിടക്കണ കോട്ടയത്തിന് കുറെ ദൂരം അങ്ങോട്ട്. ഇപ്പൊ ഈ കഴിഞ്ഞു പോയ കവലയുടെ പേരെന്നാന്നറിയോ? ഓർമ്മക്കവല. ആ കണ്ടു. അതിന് അങ്ങനെ പേര് വന്നേ പോലും. ബോർമക്കവല. ഓർമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓവൻ പോലത്തെ സാധനല്ലേ? ഈ ബേക്കറിയിൽ ഉണ്ടാക്കുന്ന സാധനത്തിന്റെ പേര്. പണ്ടെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന ഒരു വലിയ സിമെന്റിന്റെ ശവകുടീരില്ലേ, അതിന്റെ ഒരു 4-5 ഇരട്ടി വലിപ്പമുള്ള ഒരു സാധനം. അതിനകത്ത് ചിരട്ട കത്തിച്ച് കനലിങ്ങനെ വെച്ചിട്ട് ഈ സാധനം ഇങ്ങനെ ചട്ടുകം പോലെയുള്ള ഒരു സാധനത്തിൽ ഇങ്ങനെ അങ്ങ് വയ്ക്കും. വേവിക്കാനുള്ള സാധനം, ബ്രെഡായാലും അങ്ങനെയുള്ള എന്ത് സാധനമാണേലും. അപ്പൊ അത് എന്നിട്ട് ഇതങ്ങ് അടയ്ക്കും. അപ്പൊ ആ ഹീറ്റ് അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്ന സാധനമാണ് ഈ ബോർമയെന്നും പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. കോട്ടയം ലുലുമാളി ഇരിക്കുന്ന സ്ഥലം. നമ്മള് കണ്ടായിരുന്നു. കൊറേ സ്പേസ് ഉണ്ട് അല്ലേ? കോട്ടയം ലുലുമാള് മണിപ്പുഴയിലാണ് കേട്ടോ. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ സുഖമായിട്ട് പോവാം. ഈ ഓക്സിജൻ, നമ്മുടെ ഫോൺ മേടിച്ച കട, ലാപ്ടോപ്പ് മേടിച്ച കട. അമ്മ എന്നെ ഉറങ്ങി തുടങ്ങിയോ? ജംഗ്ഷൻ കണ്ടപ്പോഴാണ് കണ്ടടഞ്ഞു. ഭക്ഷണം കഴിക്കാൻ വിശക്കണൊന്നുമില്ലേ? എനിക്ക് വിശന്നു തുടങ്ങി. ഞാൻ കാര്യമായിട്ടൊന്നും കഴിക്കാത്തോണ്ട്. ഇന്നലെ രാത്രി ഇച്ചിരി കഞ്ഞി കുടിച്ചോണ്ട് വിശന്നു തുടങ്ങി. ഞാൻ വിചാരിച്ച ഈ കഞ്ഞി ചോറ് പോലെയാന്നാ. ചോറുണ്ണുവാണെങ്കിൽ അതങ്ങ് കിടക്കും. പക്ഷെ കഞ്ഞി വേഗം ദഹിക്കുന്നുണ്ട് കേട്ടോ. നീ ഇച്ചിരി മതിയെന്ന് പറഞ്ഞിട്ട്. ആ അത് ഇച്ചിരി, അതുകൊണ്ടാ ഞാൻ ദഹിച്ചില്ലെങ്കിലോ എന്ന് ഓർത്താ. ലേറ്റ് ആയില്ലേ കഴിച്ചപ്പോ. ആ അത് വേവൊക്കെ കൂടുതലുള്ളതുകൊണ്ടായിരിക്കും. ഇന്ന് ഫ്രൈഡ് റൈസാ, ചിക്കൻ ഫ്രൈഡ് റൈസ്. നാളെ ഉണ്ടാക്കാൻ നേരെയില്ല. അല്ല, കഞ്ഞി ഉണ്ടാക്കാൻ ഇപ്പൊ എന്നാ പാട്? മീൻകറി ഇരിപ്പുണ്ട്, മോരുകാച്ചി ഇരിപ്പുണ്ട്, പാവയ്ക്ക പഴുത്തത് പറിച്ചത് ഉലർത്തുക, അത്രേ ഉള്ളൂ. ഫ്രൈഡ് റൈസ് എവിടെ ഉണ്ടാക്കണം? ചിക്കൻ ഫ്രൈഡ് റൈസ്. കോട്ടയത്തെ ടൂറിസ്റ്റ് ടാക്സി സ്റ്റാൻഡ്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇത് കാണുന്നുണ്ട്. നമ്മുടെ എറണാകുളത്തൊന്നും ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് ടാക്സി സ്റ്റാൻഡ് ഗ്രൗണ്ടിൽ കണ്ടിട്ടില്ല. ഇതുപോലെ ഒരു മൈതാനത്ത് അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഫുൾ കൺജഷൻ അല്ല. നല്ല രസമല്ലേ ഈ സ്റ്റാൻഡ് ഇങ്ങനെ. ടൂറിസ്റ്റ് ടാക്സി ബസ്സുകൾ കിടപ്പുണ്ട്. ആകാശ വാക്വേക്ക് വേണ്ടി പണിതതാണെന്നാ നമ്മുടെ പല വ്യൂവേഴ്സും കമന്റ് ഇട്ടതിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കേട്ടോ. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അത്ര. അടുത്ത നമ്മുടെ ഫേമസ് നാഗമ്പടം പാലത്തിലേക്ക് കടക്കുവാണ്. കോട്ടയത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് നാഗമ്പടം പാലം. ഇതല്ലേ പൊളിക്കാൻ ശ്രമിച്ചിട്ട് പൊളിക്കാൻ പറ്റാണ്ടായത്? ഇത് പുതിയ പാലം. ആദ്യം പണിതാണ്, പൊളിക്കാൻ പറ്റിയില്ല. പഴയ പാലാണ്, പൊളിക്കാൻ ബുദ്ധിമുട്ടുണ്ടായത്. ആണുങ്ങൾ പണിതാണ്. ഇതെന്നാ പാല? ഇതും നാഗമ്പടം പാല. അല്ല, ഇതിന്റെ കൈവഴിയാണ്. പുഴയുണ്ടല്ലോ മീനച്ചില. അത് യൂണിവേഴ്സിറ്റിയിലേക്ക് പോണ വഴിയാണോ? ആ, ഡെന്റൽ കോളേജിലേക്ക് പോണ വഴിയാണ് കേട്ടോ. യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ കൂടെയാണ് പോണത്. യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ കൂടെ. ആ, നമ്മള് വഴി ഇടയ്ക്കൊന്ന് ഡീവേറ്റ് ചെയ്തു. അത് വഴി അവിടെ ബ്ലോക്കാ. അതെ, അതിരമ്പുഴ ഇനി കൂടിയാണ് പോകുന്നത്. അതിരമ്പുഴ യൂണിവേഴ്സിറ്റിയുടെ അതിലേ പോയേച്ച് നമ്മള് ഏറ്റുമാനൂർ ചെന്നിറങ്ങണം. അപ്പൊ നമ്മള് കഴിക്കുന്ന സ്ഥലം എവിടെയാന്നൊരു പിടിയില്ല. അതിപ്പോ പിടിയില്ല, തെള്ള കാണാം. അതിപ്പോ ഇതിന്റെ ഇടയ്ക്കായി പോയെന്ന് എനിക്ക് തോന്നണത്. നോക്കാം. ഓ, ഇവിടെ കൊറേ പണികളൊക്കെ നടക്കണ്ടല്ലോ. മെഡിക്കൽ കോളേജിന്റെ MG യൂണിവേഴ്സിറ്റിയുടെ MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ അടുത്തൂടെയാണ് പോണത്. കുറെ വർഷങ്ങൾക്ക് ശേഷം ക്യാമ്പസിന് അടുത്തൂടെ പോവാൻ ഒരു അവസരം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. എന്തായാലും നല്ല ഗ്രീനറി ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സ്ഥിരം റൂട്ടിൽ നിന്ന് നമ്മളൊന്ന് ഡീവിയേറ്റ് ചെയ്യേണ്ടി വന്നു. അതെ, നമ്മളായിട്ട് ചെയ്തതല്ല. ഒരു വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് കഴിക്കണ അന്നപൂർണ്ണ അതിന്റെ ഇടയ്ക്കായി പോയി. ഫുഡ് കഴിക്കാൻ വേറെ എവിടെയെങ്കിലും കണ്ടുപിടിക്കണം. അയ്യോ, അതൊരു പണിയായി. നമുക്ക് നന്നായിട്ട് വിശക്കണമുണ്ട്. സമയം ഇപ്പോ 1:15. ഏറ്റുമാനൂർ ക്ഷേത്രത്തിന്റെ അടുത്തൂടെ നമ്മൾ പാസ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നു കേട്ടോ.
കുടുക്ക് വഴി കൂടെ വന്നു. മനോഹരമായ വഴിയായിരുന്നു. എന്നെ സംബന്ധിച്ച് ഒരുപാട് ഈ ഗ്രീനറി അനുഭവിക്കാൻ പറ്റി. പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാലില്ലേ, നമ്മുടെ ഹോട്ടലിൽ വിട്ടുപോയി. അത് ശരിയാണ്, അത് നമുക്കൊരു വലിയ നഷ്ടം തന്നെയാണ്. പക്ഷെ ഗ്രീനറി ഒരുപാട് കണ്ട് മനസ്സ് നിറഞ്ഞു. കാര്യം നമ്മൾ ഗ്രീനറിയുടെ നടുക്കുന്ന വരണത്, പക്ഷെ എങ്കിലും ഗ്രീനറി കാണുമ്പോ കണ്ണിനും മനസ്സിനും ഒരു കുളിർമയാണ്. പക്ഷെ റേഞ്ച് ഇച്ചിരി കുറവായിരുന്നു കേട്ടോ. ഞാൻ സ്പോട്ടില് ക്ലൗഡ് സ്റ്റോറേജ് അപ്ലോഡിങ് നടക്കുന്നുണ്ട്, മെമ്മറി തീരാറായിരിക്കുന്നതായിരുന്നേ. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അത് കാരണം വിശപ്പിന്റെ വീട്ടിൽ അങ്ങേറ്റം എത്തി. അപ്പൊ ഓടിച്ച് അപ്പയും എടുത്തു. അതെ. ഇനിയിപ്പോ എനിക്ക് തോന്നണത് ഏറ്റുമാനൂരെങ്ങാണ്ട് ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഏറ്റുമാനൂരൊന്നും ഇന്ത്യൻ കോഫി ഹൗസ് ഇല്ല. ഇല്ലേ? ഇവിടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫുഡ് സ്പോട്ടിന്റെ പേര് കമന്റ് ചെയ്യാവോ? അപ്പൊ നമുക്ക് അടുത്ത തവണ പോകുമ്പോ പരിഗണിക്കാം. പ്ലാൻ ബി ആയിട്ട് എടുക്കാം അല്ലേ? ആരോഗ്യം കുറച്ചു. ഇനി അധികം അമ്മയ്ക്ക് സംസാരം ഉണ്ടാവും തോന്നണില്ല. ഏതാണ്ടൊക്കെ പെറുക്കണ്ട അവിടെ ഇരുന്ന്.